ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനിയെ മാനം കാണിക്കാതെ ഇറാൻ ഒളിച്ചു വച്ചിരിക്കുന്നു. മുസ്തഫ ഖമേനി എവിടെ? ഫെബ്രുവരി 28-ന് വധിക്കപ്പെട്ട തന്റെ പിതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് പിന്നാലെ അധികാരമേറ്റെടുത്ത മുസ്തഫ ഖമേനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പിതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പിന്നാലെ അധികാരമേറ്റ മുസ്തഫ ഖമേനിക്ക് വ്യോമാക്രമണത്തിലാണ് ഗുരുതരമായി പരിക്കേറ്റത്. 2 കാലുകളും നഷ്ടപ്പെട്ടു എന്നും ആന്തരിക അവയവങ്ങൾ തകർന്നുവെന്നും അദ്ദേഹം ഇപ്പോൾ കോമയിലാണ് എന്നുമുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഇപ്പോൾ യുദ്ധം നിയന്ത്രിക്കുന്നത് മറ്റൊരു അജ്ഞാത ശക്തിയാണ്. അത് ആരാണെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഇറാന്റെ ആരോഗ്യമന്ത്രിയും രാജ്യത്തെ പ്രമുഖ ട്രോമ സർജനുമായ മുഹമ്മദ് റൈസ സഫർഖണ്ടിയുടെ മേൽനോട്ടത്തിലുള്ള ചികിത്സയിലാണ് പുതിയ പരമോന്നത നേതാവ് എന്നാണ് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സോഴ്സുകൾ വ്യക്തമാക്കുന്നത്. പരിക്കേറ്റ പരമോന്നത നേതാവിനെ നിലവിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ 2 ദിവസം മുൻപ് കണ്ടിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഖമേനിയുടെ ആരോഗ്യനിലയെക്കുറിച്ച് പ്രസിഡന്റിന് പൂർണ്ണമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചന. പുതിയ പരമോന്നത നേതാവിനെ ആഴ്ചകളായി ആരും കണ്ടിട്ടില്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ പ്രാദേശിക കമാൻഡർമാരാണ് നിലവിൽ ഇറാന്റെ ഭരണം നടത്തുന്നത്. ഒരു നേതാവില്ലെങ്കിലും അനിശ്ചിതകാലത്തേക്ക് പോരാട്ടം തുടരാനുള്ള ഉത്തരവാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് കരുതപ്പെടുന്നു. 56-കാരനാണ് മുസ്തഫ ഖമേനിയുടേതെന്ന് അവകാശപ്പെടുന്ന രേഖാമൂലമുള്ള ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ഉച്ചകഴിഞ്ഞ് സ്റ്റേറ്റ് ടെലിവിഷനിലെ വാർത്താ അവതാരകൻ വായിക്കുകയും ചെയ്തു. അദ്ദേഹം നേരിട്ട് ടെലിവിഷനിൽ വന്നിട്ടില്ല. അയൽ രാജ്യങ്ങളായ ഗൾഫ് രാഷ്ട്രങ്ങളുമായി സൗഹൃദം നിലനിർത്താൻ താൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും എന്നാൽ മേഖലയിലെ US സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്. പ്രസ്താവന പുറത്തുവന്നെങ്കിലും ടെഹ്റാനിലെ ചരിത്ര പ്രസിദ്ധമായ മേഖലയിലുള്ള സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് മുസ്തഫ ഉള്ളത് എന്ന സൂചനയുണ്ട്. അദ്ദേഹത്തെ പാർപ്പിച്ചിരിക്കുന്ന ഭാഗം പൂർണ്ണമായും സീൽ ചെയ്തിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ. മേഖലയിലെ സാമ്രാജ്യത്വ ശക്തികളുടെ വെല്ലുവിളികളെ അതിജീവിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആദർശങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു നവയുഗത്തിലേക്കാണ് ഇറാൻ ചുവടുവെക്കുന്നത്. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ തണലിൽ വളരുകയും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ വിശ്വസ്തനായി മാറുകയും ചെയ്ത മുസ്തഫ ഖമേനി രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാൻ കൽപ്പിട്ടുള്ള കരുത്തുറ്റ നേതൃത്വമാണ് വിലയിരുത്തപ്പെടുന്നത്. സയനിസ്റ്റ് അമേരിക്കൻ അച്ചുതണ്ടിന്റെ ഭീഷണികൾക്ക് മുന്നിൽ പതറാത്ത പ്രതിരോധം തീർക്കാൻ വിപ്ലവാനന്തര ഇറാന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനിക വെല്ലുവിളികളെ നേരിടാനും അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് സാധിക്കുമെന്ന് തന്നെയാണ് രാജ്യം വിശ്വസിക്കുന്നത്. പ്രതിസന്ധികളിൽ ഒരിക്കലും തളരാത്ത ഇറാന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമായ മുസ്തഫയുടെ ഉദയം മിഡിൽ ഈസ്റ്റിലെ പ്രതിരോധ നിരക്ക് പുത്തൻ ഊർജ്ജം പകരുമെന്നായിരുന്നു വിലയിരുത്തൽ. 1969-ൽ ഇറാന്റെ ആത്മീയ കേന്ദ്രമായ മഷ്ഹദിൽ ജനിച്ച മുസ്തഫ ഖമേനി കേവലം ഒരു നേതാവിന്റെ മകൻ എന്നതിലപ്പുറം വിപ്ലവാനന്തര ഇറാന്റെ രാഷ്ട്രീയ പരിണാമത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയാണ്. 1980-കളിൽ കൗമാരപ്രായത്തിൽ തന്നെ ഇസ്ലാമിക് മിലിറ്ററിയിൽ ചേർന്ന അദ്ദേഹം രക്തരൂഷിതമായ ഇറാഖ് യുദ്ധഭൂമിയിൽ നേരിട്ട് പോരാടിയത് അദ്ദേഹത്തിന് സൈന്യത്തിനുള്ളിൽ വലിയൊരു ബഹുമാനമാണ് നേടിക്കൊടുത്തത്. ഈ യുദ്ധകാലത്താണ് ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിലെ ഇന്നത്തെ പ്രമുഖരുമായി അദ്ദേഹം വളരെ ഗാഢമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നത്. യുദ്ധാനന്തരം ഖോമിലെ പ്രശസ്തമായ സെമിനാറുകളിൽ തങ്ങി ലോക പ്രശസ്തരായ ആയത്തുള്ളമാരുടെ കീഴിൽ മതപഠനം പൂർത്തിയാക്കി ഒരു പുരോഹിതൻ എന്ന നിലയിലും തന്റെ പാണ്ഡിത്യം തെളിയിച്ചു. ഔദ്യോഗികമായ ഒരു സർക്കാർ പദവിയും വഹിച്ചിട്ടില്ല എങ്കിലും പരമോന്നത നേതാവിന്റെ ഓഫീസായ ബൈത്തി റഹ്ബാരി കേന്ദ്രീകരിച്ച് ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങളിൽ മുസ്തഫ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. പിതാവ് ആയത്തുള്ള അലി ഖമേനിക്കും സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനും ഇടയിലെ ശക്തമായ കണ്ണിയായിട്ടാണ് മുസ്തഫ പ്രവർത്തിച്ചത്. എന്തായാലും ഇപ്പോൾ മുസ്തഫയെ മാനം കാണിക്കാൻ ഇറാന് സാധിക്കുന്നില്ല. കാരണം മുസ്തഫ എന്ന ആയത്തുള്ള അലി ഖമേനിക്ക് ശേഷം ആര് ഇറാന്റെ പരമോന്നത നേതാവായി വന്നാലും അവരെയും വച്ചേക്കില്ല എന്ന ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇറാൻ അദ്ദേഹത്തെ പുറത്തിറക്കാൻ ഭയപ്പെടുന്നത് എന്നും അഭ്യൂഹങ്ങളുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായി അറിയുന്നില്ല. ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ തന്നെ കോമയിലാണോ എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യങ്ങൾ. അല്ല, അദ്ദേഹം അങ്ങനെ ഭയപ്പെടുന്നില്ല എങ്കിൽ, ഇറാൻ ഇസ്രായേലിനെയും US-നെയും ഒന്നും ഭയപ്പെടുന്നില്ല എങ്കിൽ എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? ഒരു ടെലിവിഷൻ ഷോയിൽ പോലും പ്രത്യക്ഷപ്പെടാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും രാജ്യത്തെ സുരക്ഷാ ഇന്റലിജൻസ് വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തുന്നതിലും മുസ്തഫയുടെ അദൃശ്യ ഹസ്തങ്ങൾ പ്രധാന പങ്കുവഹിച്ചതാണ്. ഇനിയിപ്പോ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഇസ്രായേൽ ഇറാൻ കൂട്ടുകെട്ടിൽ ഇറാൻ വിറച്ചിരിക്കുന്നു. ഇസ്രായേൽ ഇറാൻ ചേർന്നുള്ള ആ ഒരു ഭീഷണിയിൽ മുസ്തഫയെയും തീർത്തേക്കും എന്നുള്ള ആ ഒരു ഭീഷണിയിൽ ഇറാൻ ഭയപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമാസ്.